അലിയെ വലിയ സ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ട് മുദബ്ബിർ ആലം എന്ന സ്ഥാനം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഷിയാക്കൾ വെച്ചു കൊടുത്തു. എന്നിട്ട് അലി കുടുംബത്തിന് അതിന് താഴെയുള്ള മഹത്വം നിശ്ചയിച്ചു കൊടുത്തു. അലിയുടെ മക്കളാണ് കാലാകാലം ഖലീഫമാരാവുക, 12 ഇമാമിയങ്ങൾ ഇവരിൽ നിന്ന് വരുമെന്ന് ഷിയാക്കൾ വാദിച്ചു. അലി കുടുംബത്തിൽ നിന്ന് 12 ഇമാമുമാര് വരും, അവരാണ് ലോകം നിയന്ത്രിക്കുന്ന ആളുകൾ എന്നവർ വാദിച്ചു. ആ 12 ഇമാമിയങ്ങളും മഅ്സൂമികളാണ്, തെറ്റുപറ്റാത്തവരാണ് എന്ന ഷിയാക്കളമാണ്. തെറ്റുപറ്റൂല, അതുപോലെ എന്തു പറഞ്ഞാലും സ്വീകരിച്ചോളാം, അവരെന്ത് കൽപ്പിച്ചാലും അംഗീകരിച്ചോളാം, മഅ്സൂമാണ്, തെറ്റുപറ്റാത്തവരാണ് എന്ന് അവർ വാദിക്കുന്നു. എന്നിട്ട് ആ ഇമാമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറെ കള്ളക്കഥ ഉണ്ടാക്കും. അതൊക്കെ സ്വീകരിക്കാൻ ഷിയാക്കൾ ബാധ്യസ്ഥരാണ്. കാരണം എന്താ? ഇമാമ തെറ്റുപറ്റാത്തവരാണ്. അപ്പൊ പിന്നെ കള്ളക്കഥ ഉണ്ടാക്കി അലി പറഞ്ഞിരിക്കുന്നു, ഹസൻ ഹുസൈൻ പറഞ്ഞിരിക്കുന്നു, അതേപോലെ മുസ്ലിം കാസിം പറഞ്ഞിരിക്കുന്നു, സൈനുൽ ആബിദീൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കഥകൾ പടച്ചുവിട്ടു. അവരൊക്കെ മഅ്സൂമീങ്ങൾ, തെറ്റുപറ്റാത്തവർ. അതുകൊണ്ട് അവര് പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല, അംഗീകരിച്ചേ പറ്റൂ. ഇതാ ഷിയാക്കളുടെ ബേസ്.